അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഹാഫിള് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ ഇങ്ങനെ കേട്ടുവരികയായിരുന്നു. ഇതിനു മുമ്പ് ഉസ്താദ് വഫാത്താകുന്നതിന്റെ മുമ്പ് അല്പം ചില പ്രഭാഷണങ്ങൾ മാത്രമേ കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായുള്ളൂ. പക്ഷേ ഉസ്താദ് വഫാത്തായപ്പോൾ എന്തോ അവിടുത്തെ ശബ്ദത്തോട്, അവിടുത്തെ സരളമായിട്ടുള്ള ശൈലിയോട് എനിക്ക് വല്ലാതെ ആകർഷണീയത തോന്നി. ഉസ്താദിന്റെ പല പ്രഭാഷണങ്ങളും കേട്ടു നോക്കിയപ്പോൾ എന്നെ വല്ലാതെ ആകർഷിച്ച ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗമുണ്ടായിരുന്നു. അത് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പരോക്ഷമായി കൊണ്ട് പ്രതിപാദിക്കുന്ന, തങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പാണ്. നമുക്ക് ആ വീഡിയോ കാണാം. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറയുന്ന ആ വീഡിയോയിൽ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സമകാലിക പ്രശ്നത്തിൽ, ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ തങ്ങളെ വേദി കെട്ടിയും തങ്ങൾക്കെതിരെ പ്രത്യക്ഷമായും പരോക്ഷമായും പല പണ്ഡിതന്മാർ വരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോ നമ്മുടെ മസ്ഊദ് സഖാഫി ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിൽ തങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്നെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, രാഷ്ട്രീയത്തിന്റെ പേരിൽ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കൂടെയാണ്. അതേ സ്ഥാനത്ത് തന്നെ മുസ്ലിം കേരളീയ സമൂഹത്തിന്റെ ആത്മീയ നായകനായിക്കൊണ്ട് അറിയപ്പെടുന്ന ഒരു നേതാവ് കൂടെയാണ്. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, മറ്റുള്ള എല്ലാ മതത്തിലെ നേതാക്കന്മാർക്കും സഹോദര സമുദായത്തിലുള്ള ആളുകളെല്ലാം സ്വീകാര്യനായി കൊണ്ട് കണക്കാക്കുന്ന ഒരു നേതാവ് കൂടെയാണ്. അത് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് മുമ്പ് ആത്മീയ കേരളത്തിന്റെ ആചാര്യനായിരുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കം, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളടക്കം പൂക്കോയ തങ്ങളിൽ നിന്ന് ലഭിച്ചു വരുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഒരു വലിയ നേതൃ പദവിയാണ് പാണക്കാട് എന്ന് പറയുന്നത്. ആ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പല വിധേനയും വേദികൾ കെട്ടിയും പ്രത്യക്ഷമായും പരോക്ഷമായും വിവാദങ്ങൾക്കിടയിലൂടെ വലിച്ചിഴക്കുമ്പോൾ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് കേരളത്തിൽ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. തങ്ങളെ പല വിധേന ആക്രമിച്ചിട്ടും തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നിങ്ങൾ നല്ലത് പറയണേ എന്ന സ്നേഹമുള്ള വാക്കായിരുന്നു സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശുദ്ധ ഖുർആനിലെ വാക്യം ഉന്നയിച്ചിട്ടായിരുന്നു ഈ മറുപടികൾക്കും ഈ പ്രത്യാക്രമങ്ങൾക്കെല്ലാം പ്രതിരോധം തീർത്തുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ പുഞ്ചിരിച്ചുകൊണ്ട് തങ്ങൾ മറുപടി കൊടുത്തത്. ഇന്ന് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂരിന്റെ ഈ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത സങ്കടവും സന്തോഷവും തോന്നുകയാണ്. മസ്ഊദ് സഖാഫി പറയുന്നത്, നാം ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു ചെറിയ കാലയളവിൽ ചെയ്തു തീർക്കുന്ന അമലുകളും നമ്മുടെ സൽക്കർമ്മങ്ങളൊന്നും നമ്മൾ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള സ്നേഹത്തിന്റെ ലാളിത്യത്തോടെയുള്ള മസ്ഊദ് സഖാഫിയുടെ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നെ വല്ലാതെ ആകർഷിച്ചു പോയി. പ്രിയമുള്ളവരെ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയല്ലേ? എല്ലാ മുക്കിലും കോണിലും പണ്ഡിതന്മാർക്കെതിരെ, തലയെടുപ്പുള്ള തങ്ങന്മാർക്കെതിരെയും മുതഅല്ലിമുകൾക്കെതിരെയും ഉസ്താദുമാർക്കെതിരെയും ദീനിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ആളുകൾക്കെതിരെ വളരെ മോശമായ വാക്കുകൾ കൊണ്ട് അറുപ്പുളവാക്കുന്ന രീതിയിലുള്ള മോശമായ വാക്കുകൾ ഉന്നയിച്ചുകൊണ്ട് പലരും ആക്രമണങ്ങൾ നടത്തുമ്പോൾ മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ അദ്ദേഹത്തിന്റെ വിട പറഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, അദ്ദേഹം മുന്നേ പറഞ്ഞു വെച്ച വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സൊരുപാട് വേദനിച്ചു പോവുകയാണ്. ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളാണ്, ഇത്തരത്തിലുള്ള നല്ല ഉപദേശങ്ങളാണ് നമ്മുടെ കേരളീയ സമൂഹത്തിന് ആവശ്യമുള്ളത്. അല്ലാതെ പണ്ഡിതന്മാർ തന്നെ പരസ്പരം ചേരിതിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാർ ചിന്തിക്കുകയാണ്, ഞങ്ങളൊക്കെ എവിടെയാണ് നിൽക്കേണ്ടത്? മദ്രസയിൽ 1 മുതൽ നമ്മുടെ മദ്രസ സിസ്റ്റത്തിലൂടെ പഠിച്ചു വളർന്ന നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അന്യന് ഒരിക്കലും ഏഷണിയും പരദൂഷണവും ഗൈബത്തും നമീമത്തൊന്നും പറയരുതെന്നാണ്. അവന്റെ സാന്നിധ്യത്തിൽ അത് സംഭവിച്ചതാണെങ്കിൽ പോലും അവനെക്കുറിച്ച് അവനിഷ്ടമില്ലാത്തത് പറയൽ വലിയ കുറ്റമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട് വേദികൾ കെട്ടി ഇത് പറയുന്നതോ നമ്മുടെ ഉസ്താദുമാർ തന്നെയാണ്. അവിടെയാണ് നമ്മുടെ ഹാഫിൾ മസ്ഊദ് സഖാഫി
വേർതിരിഞ്ഞു നിൽക്കുന്നത്. അവിടെയാണ് ഹഫീദ് മസ്ഊദ് സഖാഫിയുടെ പ്രഭാഷണത്തിന്റെ ശൈലി വേറിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഹഫീദ് മസ്ഊദ് സഖാഫിയുടെ പ്രഭാഷണത്തിന് പ്രത്യേക വേറിട്ട് നിൽക്കുന്ന ഒരു ശൈലി തന്നെയായിരുന്നു. ആരെയും വേദനിപ്പിക്കാതെ ലളിതമായി, വളരെ സുന്ദരമായി, വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവും നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഹഫീദ് മസ്ഊദ് സഖാഫി ഉസ്താദിനുണ്ടായിരുന്നു. ഉസ്താദിന്റെ ഈ ഒരു വിടവ് വല്ലാത്ത നഷ്ടം തന്നെയാണ്. ഒരുപക്ഷെ ഉസ്താദിനെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നത് അവരുടെ വഫാത്തിന് ശേഷമാണ്. അതുവരെ ഉസ്താദിന്റെ ഒരുപാട് പ്രഭാഷണങ്ങളൊന്നും ഒരുപക്ഷെ ഒരിക്കൽ പോലും കേൾക്കാത്തവരുണ്ട്, അറിയാത്തവരുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഒരു അത്ഭുതം എന്നോണം, ഉസ്താദിന്റെ എത്രയോ വലിയ ഭാഗ്യമെന്നോണം അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ പ്രസംഗങ്ങൾ കേൾക്കുകയും ജീവിതത്തിൽ തന്റെ കുടുംബത്തിൽ ഒരംഗമെന്നോണം തോന്നിപ്പോയ പല ആളുകളെയും നമ്മൾ കാണുകയുണ്ടായി. ആയിരങ്ങളുടെ, പതിനായിരങ്ങളുടെ പ്രാർത്ഥനയാണ് ഇപ്പോഴും ഉസ്താദിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടായ സമയത്ത് ചേർത്ത് നിൽപ്പിന്റെ ശബ്ദം പുറപ്പെടുവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഈ ഒരു ജീവിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത് അറിയപ്പെടാതിരിക്കാം. പക്ഷേ അള്ളാഹു എല്ലാം കാണുന്നവനും അറിയുന്നവനും കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനുമാണല്ലോ. സത്യത്തിന്റെ മുറുകെ പിടിച്ചു നിൽക്കുന്നവർ ഭിന്നിപ്പിനും അതുപോലെ തന്നെ പരസ്പരം പോരടിക്കുന്നതിനും പ്രോത്സാഹനം നൽകാത്തവർക്ക് അവരുടെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം അവർക്ക് വേണ്ടി ആമീൻ പറയാൻ, അവരെ ഓർത്തെടുക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്നതിന്റെ കൃത്യമായ ഒരു തെളിവ് കൂടെയാണ് ഹഫീദ് മസ്ഊദ് സഖാഫി ഉസ്താദ് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇത്ര മനോഹരമായി കൊണ്ട് വർണ്ണിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാഷണം നമുക്കൊന്ന് കേട്ടുനോക്കാം. ഈ അടുത്ത കാലം എന്ന് പറയുന്നത് മസ്ഊദ് സഖാഫി ഉസ്താദിന് വഫാത്താകുന്നതിന്റെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് വിവാദങ്ങൾ കൊണ്ട് പണ്ഡിതന്മാരും പരസ്പരം അണികളും പോരടിച്ചു നിന്നിരുന്ന ഒരു സമയത്തിലാണ് നമ്മുടെ മസ്ഊദ് സഖാഫി ഉസ്താദ് വിട പറഞ്ഞു പോകുന്നത്. ആ വിടപറച്ചിലും ഈ സമുദായത്തിനുള്ള ഒരു താക്കീത് കൂടെയാണ്, ഒരു താക്കീത് നൽകിക്കൊണ്ടാണ് മസ്ഊദ് സഖാഫി ഒരു മുന്നറിയിപ്പ് തന്നുകൊണ്ടാണ് ഇവിടെ നിന്ന് വിട പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നി. ഇത്തരത്തിലുള്ള നേതാക്കന്മാരാണ് സമുദായത്തിന് ആവശ്യം. ഇത്തരത്തിൽ മനോഹരമായി സംസാരിക്കുന്ന, ആരെയും വേദനിപ്പിക്കാതെ, ആരുടെ ഹൃദയത്തിലും മുറിവേൽപ്പിക്കാത്ത ഇത്തരം ശബ്ദങ്ങളാണ് നമ്മുടെ കേരളീയ സമൂഹത്തിന് ആവശ്യമുള്ളത്. ഈ ഉസ്താദിന്റെ വാക്ക് കേട്ടുകൊണ്ടെങ്കിലും മരണപ്പെട്ട നമ്മിൽ നിന്ന് സ്നേഹത്തോടുകൂടി, ആരെയും വേദനിപ്പിക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഈ ലോകത്തിന് ഒരുപാട് നന്മകൾ സമ്മാനിപ്പിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഹഫീദ് മസ്ഊദ് സഖാഫിയുടെ വാക്കുകൾ കേട്ടുകൊണ്ടെങ്കിലും ഇന്നത്തെ പോരടികളും ഇന്നത്തെ തർക്കങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാകട്ടെ. എല്ലാറ്റിനും, അസത്യങ്ങൾക്കും വിവാദങ്ങൾക്കും ഒരു നാൾ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്തെടുക്കുന്ന ഇത്തരം സൽക്കർമ്മങ്ങൾ, ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ കാരണത്താൽ നഷ്ടപ്പെടുത്തരുതേ എന്ന ഹഫീദ് മസ്ഊദ് സഖാഫിയുടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് കൂടെ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആലിമീങ്ങളെ പറയുന്ന ഗീബത്തിന് ശിക്ഷ കൂടുതലാണ്, അത് കബീറത്താണ്, വൻകുറ്റം. തൗബല്ലാതെ അല്ലാഹു പൊറുക്കൂല. സാധാരണക്കാരനെ പറയുന്ന ആ ഗീബത്താണ് സഗീറത്ത്, ചെറിയ കുറ്റം എന്ന് പറഞ്ഞത്. എന്റെ വകല്ല സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ഫത്തുൽ മുഈൻ എഴുതിയത്. എന്റെ കണ്ണുകൊക്കി മൂല്യമാരുടെ സ്ഥാനം മൂല്യർ പറയാൻ എഴുതണ്ട, അങ്ങനെ കിതാബിലുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. മൂല്യമാരെ പറയാൻ നിൽക്കണ്ട, അത് കുറച്ച് ഡിഗ്രി കൂടുതലുള്ളതാണ്, ഉള്ളത് കുറച്ച് നല്ലോണം കൊടുക്കേണ്ടി വരും അവിടെ എത്തുമ്പോൾ. അല്ലെങ്കിൽ തന്നെ എണ്ണി ചുട്ടാൽ ഏതോ 1-2 നിസ്കാരം ഉണ്ടാവും, കിട്ടുകയാണെങ്കിൽ കിട്ടുക. ഏതോ 1-2 നോമ്പ് ഉണ്ടാവും, ഷർത്തും ഫർളും സുന്നത്തൊക്കെ ഒത്തത്. അതെന്നെ കൊടുക്കാനാ വിരിക്കപ്പെട്ടെങ്കിൽ പിന്നെ എന്താ കയ്യിലുണ്ടാകും? ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് റേഞ്ച് കൂടിയ സംസാരം വേണ്ട, അത് ഇല്ലാതിരിക്കാൻ നല്ലത്. ഉള്ളതൊക്കെ പോകും. ഇനി ദുന്യാവും തന്നെ പൊരുത്തപ്പെടിക്കാനാണെങ്കിൽ അവരെ പൊരുത്തപ്പെടിച്ചിട്ട് വേണ്ടേ നമ്മളെ തൗബ ശരിയായ രൂപത്തിലാകാൻ. അതിനെല്ലാവരും പോകാൻ കഴിയോ? എല്ലാ ആലിമീങ്ങൾക്കും മറ്റും ഗ്രൂപ്പ് തിരിച്ചും തിരിയാതെ ആരും ഒന്നും പറയാൻ നിൽക്കണ്ട. ആലിമീങ്ങൾ അവരെ ഷബീലിൽ വിട്ടേക്ക്. വല്ല അഭിപ്രായങ്ങളും പറയാണ്ടോ നേരിട്ട് ചെന്നോളി. വണ്ടി വാഹനമൊക്കെ എല്ലാവർക്കും ഇല്ലേ, എന്നിട്ട് പോയി പറഞ്ഞോളി. എന്തിനാ വെറുതെ ഇങ്ങനെ കാർന്ന് നിന്നാ നിൽക്കണ്? ആരും പറയണ്ട, ഒരു തങ്ങളെയും പറയണ്ട, രാഷ്ട്രീയത്തിന്റെ പേരിലും പറയണ്ട, അല്ലാതെയും പറയണ്ട. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നയം.